ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാന്ദ്ര, യെസ് മാഡം. കോൾ ദ പോലീസ്. അയ്യോ, പോലീസിനെ വിളിക്കല്ലേ മേഡം, പോലീസിനെ വിളിക്കല്ലേ മേഡം, പോലീസിനെ വിളിക്കല്ലേ. വേണ്ട മേഡം, ഞങ്ങളെ പോലീസിന് പിടിച്ചു കൊടുക്കല്ലേ. എനിക്ക് ഭാര്യയും മോളും ഉണ്ട്, അതെങ്കിലും ഓർത്ത് ഞങ്ങളെ വെറുതെ വിടണം പ്ലീസ് മേഡം, പ്ലീസ്. അമ്മച്ചിയുടെ കയ്യിൽ എവിടെന്നാ കാശ്? എന്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ട്. ഓ വെരി ഗുഡ്. എന്നാ ഇപ്പൊ നോക്കിയ ക്യാഷ് അക്കൗണ്ടിലുണ്ടോന്ന് നോക്കാം. എന്റെ അക്കൗണ്ടിൽ കാശില്ല മോളെ. അയ്യോ, എനിക്കൊരു നയാ പൈസ തരാതെ എല്ലാം ഒറ്റയ്ക്ക് വിഴുകാൻ നോക്കിയപ്പോ ഓർക്കണമായിരുന്നു. എന്റെ കാശ്, എന്റെ കാശ്. ക്യാഷ് ഒക്കെ ഇന്നലെ തന്നെ കമ്പനി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി. ഓ മാറ്റി. കൊച്ചമണി വല്യമ്മയ്ക്കും ജയേട്ടനും ഞാനാരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല സാന്ദ്ര. സെക്യൂരിറ്റീസിനെ കൊണ്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കട്ടെ. തല്ലാനൊക്കെ വരട്ടെ, സമയായിട്ടില്ല. ഈ നിൽക്കുന്ന ഋതിക മാഡം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. ഇന്ത്യയിലും വിദേശത്തും അനവധി ബിസിനസ് സ്ഥാപനങ്ങളും കോടാനുകോടി സ്വത്തുക്കളും സ്വന്തമായുള്ള സൂര്യമംഗലത്തെ ഋതിക വർമ്മ മാഡം. ലളിതമായ ജീവിതം നയിച്ച് ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഭാര്യയായി യാതൊരു ജാടയുമില്ലാതെ ജീവിക്കുകയാണ് ഞങ്ങളുടെ ഈ ബോസ്. ഇന്ത്യയിലും UAE-ലുമായിട്ടുള്ള ഹോട്ടൽസ്, സ്പിന്നിംഗ് മിൽസ്, പിന്നെ സൂര്യമംഗലം എക്സ്പോർട്ടേഴ്സ്, സൂര്യമംഗലം ട്രാൻസ്പോർട്ടേഴ്സ്, സൂര്യമംഗലം ഡിസ്റ്റിലറീസ്, സൂര്യമംഗലം കൺസ്ട്രക്ഷൻസ്, അങ്ങനെ അനേകം സ്ഥാപനങ്ങൾ. 10,000-കണക്കിന് പേരാ മാഡത്തിന്റെ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ MD ഒരു പീറ പെണ്ണെന്ന് വിളിച്ച് നിങ്ങളെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മരണമല്ലാതെ മറ്റൊരു ശിക്ഷയുമില്ല. മാപ്പാക്കണം മേഡം, മാപ്പാക്കണം, മാപ്പാക്കണം മേഡം, മാപ്പാക്കണം. ഞാൻ കാലിൽ വീഴാത്തത് എന്റെ നടു പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോവും. മാപ്പാക്കണം മാഡം, തെറ്റ് പറ്റിപ്പോയി. മാപ്പ് കിട്ടാനുള്ള അർഹതയൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്തത് ഭീകരമായ ഒരു ക്രിമിനൽ കുറ്റം. സ്റ്റുഡൻസിനെയും ഗവൺമെന്റിനെയും ഒരുപോലെ വഞ്ചിച്ചു. ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്ററെയും അദ്ദേഹത്തിന്റെ PAയും കുറ്റവാളികളാക്കി. ഇവരൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ട് പോലും. സാന്ദ്ര, യെസ് മാഡം. കോൾ ദ പോലീസ്. അയ്യോ, പോലീസിനെ വിളിക്കല്ലേ മേഡം, പോലീസിനെ വിളിക്കല്ലേ മേഡം, പോലീസിനെ വിളിക്കല്ലേ. വേണ്ട മേഡം, ഞങ്ങളെ പോലീസിന് പിടിച്ചു കൊടുക്കല്ലേ. എനിക്ക് ഭാര്യയും മോളും ഉണ്ട്, അതെങ്കിലും ഓർത്ത് ഞങ്ങളെ വെറുതെ വിടണം പ്ലീസ് മേഡം, പ്ലീസ്. ജയിലിൽ പോയാ മൂട്ടാടിയുണ്ട്, 2 ദിവസത്തിന് ഞാൻ ചത്തുപോകും. ഞങ്ങളെ പോലീസിന് കൊടുക്കല്ലേ മാഡം. സഹതാപം തോന്നി ഞാൻ നിങ്ങളെ രണ്ടാളെയും വിട്ടയച്ചാലും നിങ്ങള് വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കും. ഒരിക്കലും മേഡം, ഞങ്ങൾ ഇനി ഒരു തെറ്റും ചെയ്യില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പ്. Bring them. പോണാ പ്ലീസ്. Hand over them to police. സോറി മാഡം, ഞങ്ങളെ ദയവ് ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കരുത്. തെറ്റുപറ്റിപ്പോയി. ഒരു വട്ടം മാപ്പ് തരണം. എത്ര സ്റ്റുഡൻസിനെയാ നിങ്ങൾ വഞ്ചിച്ചെന്നറിയോ? അറിയാം മാഡം, ഞങ്ങളുടെ ജീവിതം തകർന്നു വന്ന കാര്യം. മാപ്പ് തരണം മാഡം. കുറ്റസമ്മതം നടത്താൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണ് മാഡം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്കും PAയ്ക്കും എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് തോന്നിയ ഈ സംഭവിച്ചതെല്ലാം മീഡിയയോടും പോലീസിനോടും തുറന്നു പറയാൻ തയ്യാറാണ്. അവർക്കൊരു കുഴപ്പവും വരില്ല.
ഉടൻ തന്നെ കമ്മീഷണർ ഓഫീസിൽ പോയി സത്യം തുറന്നു പറയണം. ദാ, ഇതൊരു ചെക്ക. കമ്പനി മാറി വേറെ ലാപ്ടോപ്പുകളുടെ വിതരണം നടക്കുമ്പോ നിങ്ങൾ വിതരണം ചെയ്ത ലാപ്ടോപ്പുകളെല്ലാം തിരിച്ചെടുക്കണം. അതിന് ഞാൻ തരുന്ന ഈ തുക. ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയത്. ഇവരുടെ പേര് ഒരിടത്തും വരരുത്. ഒരിക്കലും ഇല്ല മാഡം. ഇവരോടൊപ്പം ചേർന്ന് നിങ്ങൾ നടത്തിയത് വലിയൊരു കുറ്റം തന്നെയാ. മിനിസ്റ്ററുടെ എഗ്രിമെന്റ് ഫയല് അതിരുന്ന സ്ഥലത്തുനിന്ന് കട്ടെടുത്തു എന്ന കുറ്റം. ജീവപര്യന്തമായിരിക്കും ശിക്ഷ. ആർക്കും പരിക്ക് പറ്റാതെ ഞാൻ നിങ്ങളെ ഒഴിവാക്കുന്നു. പക്ഷെ നിങ്ങൾ ഇനി ആരെ ഉപദ്രവിക്കരുത്. ഇവരെ വിട്ടേക്ക്. വല്യമ്മാവൻ രാജുവിന്റെ കയ്യിൽ ഫയൽ കൊടുക്കുന്നതിന് ഞാൻ സാക്ഷിയാ. സൂക്ഷിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയ ഫയലാണെന്ന് പറഞ്ഞ അത് അവന്റെ കയ്യിൽ കൊടുത്തത്. അതവനെ ഇവിടുത്തെ ഓഫീസിൽ വെക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞമ്മാനെന്താ ഒരുമാതിരി സംശയത്തിലാണ് നോക്കുന്നത്. നിന്നെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ശേഖര, ദേ എന്തിനും ഏതിനുവേ നീയേ എന്റെ മകനെ വലിച്ചഴയ്ക്കാൻ നോക്കണ്ട. അതിന് വേണ്ട, അതങ്ങ് നിർത്തിയേക്ക്. ഒന്ന് നിർത്തുവോ? ഞാനിവിടെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഇരിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കിയല്ലോ. നിന്നെ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചതേ അവനാ, ആ രാജു. അവസരം കിട്ടിയപ്പോഴേ ആരും അറിയാതെ ഒരു അഴിമതി. കോടികൾ കൈ കിട്ടുമല്ലോ. അവൻ എന്ത് വൃത്തികേട് കാണിച്ചാലും അവനെ ന്യായീകരിക്കാൻ ഇവിടെ കുറെ ആളുകൾ എപ്പോഴും ഉണ്ടല്ലോ. രാജുവിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. അവൻ ന്യായമായി ചെയ്യൂ. ആരെന്തൊക്കെ പറഞ്ഞാലും രാജു അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ കോടികളുടെ അഴിമതി ചെയ്തത് പ്രതാപനാണോ? ചേച്ചി, ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാ ഏട്ടനിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം കണ്ടെത്തി ഏട്ടനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനിടയ്ക്ക് എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിക്കരുത്. ഇതേ കോടികളുടെ കുംഭകോണോ? ഇത് തെളിയിക്കാനേ കട്ടവനെ പിടിക്കണം. കട്ടവൻ ഇവിടെ തന്നെ ഉണ്ട്. അകലേ നോവിനാലേ